ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिम्रान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता शिवशाखान्वितंश्च ये कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिका कान्त राधाकान्त नमोस्तुते तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमो। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशकारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्तवृंद। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। वैराग्य विद्या निज भक्ति योगा शिक्षार्थम एक पुरुष पुराण श्री कृष्ण चैतन्य शरीरधारी रूपाम्बुधर्यस्तमां प्रपद्ये पंचतत्वात्मकं कृष्णं भक्तरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिकं। जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्तवृंद। जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्तवृंद। जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्तवृंद। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। ഹരേ കൃഷ്ണ ഹരി ഓം തത്സത്. എല്ലാവർക്കും ഇന്നത്തെ ചൈതന്യ ചരിതാമൃത ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഇന്ന് ചൈതന്യ ചരിതാമൃത ആദിലീല രണ്ടാമത്തെ അധ്യായം 108 ശ്ലോകം മുതൽക്കാണ് വായിക്കുന്നത്. ये सब सिद्धांत तुम्ही जाना भाला माते तापू पूर्वा पक्ष करा आमा चालाइते. हे सब सिद्धांत तुम्ही जाना भाला माते तापू पूर्वा पक्ष करा आमा चालाइते. हरे कृष्ण. हरे कृष्ण। ये सब सिद्धांत तुम्हें जाना बलमादे तबु पूर्व पक्ष कर आमा चलाई दे. हरे कृष्ण. हरे कृष्ण. हरे कृष्ण. एक सिद्धांत तुम्ही जाना बालमाते തബു പൂർവപക്ഷക്കാര ആമാചാരയി. വിവർത്തനം: ശാസ്ത്രങ്ങളുടെ നിഗമനങ്ങളെല്ലാം അങ്ങേക്ക് നന്നായി അറിയാം. എന്നിട്ടും എന്നെ വിശുദ്ധനാക്കാൻ അങ്ങ് വെറുതെ യുക്തിപരമായ ഈ വാദങ്ങൾ സൃഷ്ടിക്കുന്നു. ഹരേ കൃഷ്ണ. You know all the conclusions of the scriptures very well. You create this logical argument just to agitate me. എന്നാണ് പലപ്പോഴും പറയുന്നത്. A learned man who has thoroughly studied the scriptures cannot hesitate to accept Sri Krishna as the supreme personality of Godhead. If such a man argues about this matter, certainly he must be doing to agitate the minds of his opponents. അപ്പോൾ ഒരു പണ്ഡിതന്, ഒരു വിപ്രന് ഭഗവാൻ ആരാണെന്ന് തീർച്ചയായിട്ടും അറിയാം. പക്ഷേ ചില സമയത്ത് അവര് അതിനെപ്പറ്റി ആർഗ്യൂ ചെയ്യും. എന്തിനാണ്? അതൊരു ലീല, മറ്റുള്ളവരുടെ മനസ്സിനെ അജിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈവൻ അദ്വൈത ആചാര്യൻ ചൈതന്യ മഹാപ്രഭുവായിട്ട് ഇതുണ്ടായിരുന്നു. അദ്വൈത ആചാര്യൻ എന്തിനാണ് വന്നിരിക്കുന്നത്? കലികാലത്തിലെ നാമസങ്കീർത്തനം പ്രചരിപ്പിക്കാൻ. അതിനു വേണ്ടിയിട്ടാണ് ചൈതന്യ മഹാപ്രഭുവിനെ വിളിച്ചു കൊണ്ടുവന്നത് ഇങ്ങോട്ട്. ഞാൻ സുഖമായിട്ട് ഉറങ്ങായിരുന്നു, ശയിക്കായിരുന്നു കാരണസാഗരത്തില്. പക്ഷെ എന്നെ അവിടുന്ന് വിളിച്ചു കൊടുന്നു. എന്നിട്ട് ഇവിടെ അദ്വൈത ആചാര്യൻ എന്താണ് പറയുന്നത്? മായാവാദ ഫിലോസഫി പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു അറിയോ? അതായത് എപ്പോഴും ചൈതന്യ മഹാപ്രഭു ഭഗവാന്റെ സ്ഥലത്താണ്. അദ്വൈതാചാര്യൻ നന്നായിട്ട് അറിയാം. ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിന്റെ കാൽക്കൽ വീഴുന്നത്. ഈ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്, പൂർണ്ണ പുരുഷോത്തം ഭഗവാൻ എപ്പോഴും തന്നെ വണങ്ങുന്നു. അത് വളരെ വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് അവർക്ക്,
അജിറ്റേറ്റ് ചെയ്യണം. ആരെ? ചൈതന്യ മഹാപ്രഭുവിനെ. അപ്പോൾ ആ ചൈതന്യ മഹാപ്രഭുവിനെ അജിറ്റേറ്റ് ചെയ്യാൻ, പ്രക്ഷോഭിക്കാൻ വേണ്ടിയിട്ട്, പ്രക്ഷുബ്ധനാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അദ്വൈതാചാര്യൻ മായാവാദ ഫിലോസഫിയാണ് ശരിക്കുള്ള ഫിലോസഫി എന്ന് ക്ലാസ്സിലൊക്കെ പറയാൻ തുടങ്ങി. ഇത് കേട്ടപ്പോ ചൈതന്യ മഹാപ്രഭു ഭയങ്കര ദേഷ്യം. ഇതിനു വേണ്ടിയിട്ടാണോ എന്നെ അവിടുന്ന് വിളിച്ചു കൊടുത്തത്? ഇതാണോ ഫിലോസഫി? കാരണം എന്താണ്? അപ്പോ ചൈതന്യ മഹാപ്രഭു ദേഷ്യം വരും. ചൈതന്യ മഹാപ്രഭു ദേഷ്യം വന്നിട്ട് അദ്ദേഹത്തിനെ അടിക്കാനൊക്കെ തുടങ്ങി. ഇതാണ് അദ്ദേഹത്തിന് വേണ്ടത്. കാരണം എനിക്ക് ചൈതന്യ മഹാപ്രഭുവിന്റെ അവിടുന്ന് വഴക്ക് കിട്ടണം, ചാസ്റ്റൈസ്മെന്റ് കിട്ടണം, അടി കിട്ടണം. അതാണ് എൻ്റെ ഇത്. അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്താ, ആദ്യം ചൈതന്യ മഹാപ്രഭു അദ്വൈതാചാര്യന്റെ കാല് പിടിക്കാൻ പ്രണാമം ചെയ്യാൻ പോകുന്നു. അദ്ദേഹം പൂർണ്ണ പുരുഷോത്തം ഭഗവാൻ എങ്ങനെയാണ് ചൈതന്യ മഹാപ്രഭുവിനെ സമ്മതിക്കാൻ എങ്ങനെയെങ്കിലും കാല് വീഴും. അപ്പൊ ഒരേ ഒരു വഴിയുള്ളൂ, എന്നോട് ദേഷ്യം തോന്നണം ചൈതന്യ മഹാപ്രഭു, എന്നെ ശകാരിക്കണം. അതിന് മായാവാദ ഫിലോസഫിയാണ് പറയാൻ തുടങ്ങിയ ക്ലാസ്സിൽ. അപ്പൊ ചൈതന്യ മഹാപ്രഭുവിന് ശരിക്കും ദേഷ്യം വന്ന് അദ്ദേഹത്തിന് ശകാരിക്കാനും അതിനെ അടിക്കാനൊക്കെ തുടങ്ങി. അതായിരുന്നു അദ്ദേഹത്തിന്റെ, അല്ലേ? അതേപോലെ നിത്യാനന്ദ പ്രഭുവും അദ്വൈതാചാര്യൻ തമ്മിൽ വഴക്കായി. ചൈതന്യ മഹാപ്രഭു സന്യാസത്തിന് ശേഷം മായപ്പൂരിലേക്ക് ആര് കൊണ്ടുവന്നു? നിത്യാനന്ദ പ്രഭു കൊടുന്നു. വൃന്ദാവനത്തിലേക്ക് വഴി ചോദിച്ചാണ്. ഇതന്നെയാണ്, ഇതാണ് യമുന, ഗംഗയിലാണ്, ഗംഗാതീരത്താണ്, പക്ഷെ ഇതാണ് യമുന പറഞ്ഞിട്ട് വൃന്ദാവൻ തന്നെ പറഞ്ഞിട്ട് അവിടേക്ക് കൊണ്ടുപോയി. എവിടേക്ക് പോയത്? ശാന്തിപൂരിലേക്ക്, ഗംഗാതീരത്തിലൂടെ, അല്ലേ? അവിടെ ചെന്നിട്ട് പ്രസാദം വളരെ കുറച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള കംപ്ലൈന്റ് ആർക്ക്? നിത്യാനന്ദ പ്രഭുവിന്. ഞാനൊരു അവധൂതനാണ്, 3 ദിവസമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല, എനിക്ക് ഇത്രയും ഭക്ഷണം തരുന്നത് ഇത് എവിടുത്തെ മര്യാദയാണ്? ഇത് എവിടുത്തെ ആതിഥേയത്വമാണ്? പറഞ്ഞിട്ട് പഴക്കം പിടിക്കുക. വേണമെങ്കിൽ കഴിച്ചാൽ മതി, എൻ്റെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പക്ഷെ ദേഷ്യപ്പെട്ടിട്ട് നിങ്ങൾ ചോറൊന്നും വാരി വലിച്ച് എറിയരുതെന്ന് പറഞ്ഞു. അതായത് അപ്പോൾ നിത്യാനന്തപുരം മനസ്സിലായി. അപ്പൊ അത് പറഞ്ഞപ്പോൾ തന്നെ ചോറെടുത്ത് വാരി എറിയാൻ തുടങ്ങി. അങ്ങനെ അവർ രണ്ടുപേരും ലീല, ദേഷ്യം, അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യപ്പെട്ടു. പിന്നെ രണ്ടുപേരും ഇതായി. ഇതെല്ലാം എന്താണ്? ആ ഒരു നല്ല അടുപ്പം, ക്ലോസ് റിലേഷൻഷിപ്പ് ഉള്ളപ്പോൾ അങ്ങനെ ലീല കളിക്കുമ്പോൾ അങ്ങനെ വഴക്കുണ്ടായിരിക്കും, അല്ലേ? അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, ടു അജിറ്റേറ്റ് ദ മൈൻഡ്സ് ഓഫ് ഹിസ് ഓപ്പണൻസ്. അവരുടെ ഓപ്പണൻസിന്, എതിരാളിയുടെ മനസ്സിനെ എജിറ്റേറ്റ് ചെയ്യാൻ. ഇവിടെ മനസ്സിനെ എജിറ്റേറ്റ് ചെയ്യുന്ന എതിരാളികളല്ല, ആക്ച്വലി രണ്ടുപേരും ഒരേ ചിന്താഗതിക്കാരാണ്. പക്ഷേ ചില സമയത്ത് അവർ ഓപ്പണൻസ് ആയിട്ട് അവിടെ ആക്ട് ചെയ്യുന്നത് മാത്രം. ശ്രീകൃഷ്ണാവതാരി വ്രജേന്ദ്ര കുമാരാം आपने चैतन्य रूपे कैलावताराम. श्री कृष्णावतारी व्रजेंद्र कुमारा आपने चैतन्य रूपे कैलावताराम. श्री कृष्ण अवतारी व्रजेंद्र कुमारा आपने चैतन्य रूपे कैला अवतारा. हरे कृष्ण. हरि बोल. हरे कृष्ण. श्री कृष्ण अवतारी व्रजेंद्र कुमारा आपने चैतन्य रूपे कैला अवतारा. हरे कृष्ण. The same Lord Krishna, that same Lord Krishna, the fountainhead of all incarnations, is known as the son of the king of Braja. He has descended personally as Lord Sri Chaitanya Mahaprabhu. അതേ കൃഷ്ണനാണ് ബ്രജേന്ദ്ര നന്ദൻ കൃഷ്ണൻ, അല്ലേ? എല്ലാവരുടെയും ഫൗണ്ടൻ ഹെഡാണ്, എല്ലാ അവതാരങ്ങളുടെയും ഉദ്ഭവസ്ഥാനമാണ്. എന്താണ് അദ്ദേഹത്തിന് അറിയപ്പെടുന്നത്? സൺ ഓഫ് കിങ് ഓഫ് ബ്രജ, ബ്രജേന്ദ്ര നന്ദൻ. ഡിസെൻഡഡ് പേഴ്സണലി ആസ് ലോർഡ് ശ്രീ ചൈതന്യ മഹാപ്രഭു. ചൈതന്യ മഹാപ്രഭുവും കൃഷ്ണനും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല എന്നാണ് ഇവിടെ കവിരാജ് ഗോസ്വാമി പറയുന്നത്. അപ്പൊ അതേ കൃഷ്ണൻ, അവതാരി കൃഷ്ണൻ, ചൈതന്യ മഹാപ്രഭു ഇവിടെ അവതരിച്ചു. അതിൻ്റെ ബാഹ്യമായിട്ടുള്ളതും ആന്തരികമായിട്ടുള്ള കാരണങ്ങളും നമ്മൾ പലതവണ ക്ലാസ്സിൽ ചർച്ച ചെയ്ത്. അതയേവ ചൈതന്യ ഘോഷാനി പരതത്വസീമാം താന്ത്രേ ക്ഷീരോദസായി കാഹി കിതാൻധ്ര മഹിമാ. അതയേവ ചൈതന്യ ഘോഷാനി പരതത്വസീമാം താന്ത്രേ ക്ഷീരോദസായി കാഹി കിതാൻധ്ര മഹിമാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അദ്വൈവ ചൈതന്യ ഗോസാനി പരതത്വസീമാ താന്ത്രേ ക്ഷീരോദശായി കഹി താന്ത്രമഹിമാ. ഹരേ കൃഷ്ണ.
രണ്ട്. ഹരേ കൃഷ്ണ. അദ്വൈവ ചൈതന്യ ഗോസാനി പരതത്വസീമാ താന്ത്രേ ക്ഷീരോദ്ഭാഷായി കഹികി താണ്ട്ര മഹിമ. ട്രാൻസ്ലേഷൻ വായിക്കുന്നു മതി. ഹരേ കൃഷ്ണ പ്രഭു. അതുകൊണ്ട് ശ്രീ ചൈതന്യൻ പരമനിരപേക്ഷ സത്യമാകുന്നു. അവിടുന്ന് ക്ഷീരോദകശായി വിഷ്ണു എന്ന് വിളിക്കുന്നത് അവിടുത്തെ മഹത്വം വർദ്ധിപ്പിക്കുന്നില്ല. Okay. Therefore, Lord Chaitanya is the supreme absolute truth. To call him Kshirodasai Vishnu does not add to his glory. ചൈതന്യ മഹാപ്രഭുവിനെ ക്ഷീരോദസായി വിഷ്ണു എന്ന് വിളിക്കുന്നത് അദ്ദേഹത്തിനെ ഗ്ലോറിഫൈ ചെയ്യലില്ല ചെയ്യുന്നത്. ക്ഷീരോദസായി വിഷ്ണു, മഹാവിഷ്ണു, ഗർഭസായി വിഷ്ണു എല്ലാം ആ പൂർണ്ണ പുരുഷോത്തം ഭഗവാൻ ബ്രജേന്ദ്രനന്ദൻ കൃഷ്ണന്റെ എക്സ്പാൻഷൻ ആണ്, അല്ലെങ്കിൽ എക്സ്പാൻഷന്റെ എക്സ്പാൻഷൻ ആണ്, പോർഷനാണ്, പോർഷനാണ്, അങ്ങനെയായിട്ട് വരുന്നത്. അപ്പോൾ ചൈതന്യ മഹാപ്രഭു ക്ഷീരോദസായി ആണ് എന്ന് പറയുന്നത് ഗ്ലോറി ആണോ? അല്ല. ആണോ? ഗ്ലോറി അല്ല, തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ ആ ഒരു സ്ഥാനം ഒരാളാണെങ്കിലും കൂടിയിട്ട് ഒരു സ്ഥാനം ഉണ്ടല്ലോ, ക്ഷീരോദസായിയുടെ വിഷ്ണുവിന്റെ ഒരു സ്ഥാനമുണ്ട്. അത് പൂർണ്ണ പുരുഷോത്തം ഭഗവാൻ കൃഷ്ണന്റെ സ്ഥാനത്ത് നിന്നും താഴെയാണ്. അപ്പൊ എങ്ങനെയാണ് ഗ്ലോറിഫിക്കേഷൻ ആവുന്നത്? അല്ലെ? ഒരു ചീഫ്, ഒരു പ്രൈം മിനിസ്റ്റർ തന്നെയാണ് ഒരു ഹോം മിനിസ്റ്റർ ആയിട്ട് ആ പോർട്ട്ഫോളിയോ ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പൊ ഏതാണ് ഏറ്റവും ഇതുള്ള? പ്രൈം മിനിസ്റ്റർ. പ്രൈം മിനിസ്റ്ററിനെ ഹോം മിനിസ്റ്റർ ആയിട്ട് അഡ്രസ് ചെയ്യുന്നതാണ് നല്ലത്, അതോ പ്രൈം മിനിസ്റ്റർ ആയിട്ട് അഡ്രസ് ചെയ്യാൻ നല്ലത്? പ്രൈം മിനിസ്റ്റർ അല്ലെ? ഹോം മിനിസ്റ്റർ സെക്കൻഡറി ആണ്, അത് വേറൊരാളും എടുക്കാത്തത് കൊണ്ട് ആ പോർട്ട്ഫോളിയോ പ്രൈം മിനിസ്റ്റർ എടുക്കുന്നു. അതേപോലെ അതേ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ ഇവിടെ ക്ഷീരോദസായി വിഷ്ണു ആയിട്ട് വരുന്നു. പക്ഷെ ഏതാണ് ഗ്ലോറിഫിക്കേഷൻ? ആ ക്ഷീരോദസായി വിഷ്ണുവിന്റെ ഉദ്ഭവസ്ഥാനമാണ് ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നതാണ്. അതാണ്ട് കൃഷ്ണൻ ക്ഷീരോദസായി വിഷ്ണു ആണ് എന്ന് പറയുന്നതല്ല. സോ ടു കോൾ ഹിം ക്ഷീരോദസായി വിഷ്ണു ഡസ് നോട്ട് ആഡ് ടു ഹിസ് ഗ്ലോറി. അദ്ദേഹത്തിന്റെ സ്തുതി പാടല്ല ചെയ്യുന്നത്. സേതാ ഭക്തേര വാക്യ നാഹ്യ വ്യഭിചാരി സകല സംഭവേ താന്തേ യാന്തേ അവതാരി. സേതാ ഭക്തേര വാക്യ നാഹ്യ വ്യഭിചാരി സകല സംഭവേ താന്തേ യാതേ അവതാരി. ഹരേ കൃഷ്ണ. സേയിത ഭക്തേര വാക്യ നഹേ വ്യഭിചാരി സകല സംഭവേ താന്തേ യാതേ അവതാരി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സേതഭക്തേരവാക്യാനഹേ വ്യഭിചാരി സകല സംഭവേ താന്തേ യാതേ അവതാരി. വിവർത്തനം. പക്ഷേ ആത്മാർത്ഥതയുള്ള ഒരു ഭക്തന്റെ അത്തരം വാക്കുകൾ തെറ്റാവില്ല. ആദിപുരുഷനാകയാൽ അവിടുന്നിൽ എല്ലാ സാധ്യതകളും ഉണ്ട്. ഹരേ കൃഷ്ണ. But such words from the lips of a sincere devotee cannot be false. All possibilities abide in him, for he is the primeval Lord. അതേ സമയം തന്നെ ഒരു ശുദ്ധ ഭക്തന്റെ തിരുമുഖത്ത് നിന്ന് വരുന്ന ഈ സ്റ്റേറ്റ്മെന്റ് ഒന്നും ഇതും തെറ്റാവില്ല. എല്ലാ പോസിബിലിറ്റീസും, കാരണം വെച്ചാൽ കൃഷ്ണ ഈസ് ഓൾ ഇൻക്ലൂസീവ്. ശ്രീകൃഷ്ണ ഭഗവാനിലെ ഇവരെല്ലാവരും ഉണ്ട്, എല്ലാ അവതാരങ്ങളും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ വിളിക്കുന്നതും തെറ്റല്ല എന്നാണ് പറയുന്നത്, അല്ലേ? ബട്ട് സച്ച് വേർഡ്സ് ഫ്രം ദ ലിപ്സ് ഓഫ് എ സിൻസിയർ ഡിവോട്ടി കനോട്ട് ബി ഫാൾസ്. ഓൾ പോസിബിലിറ്റീസ് അബൈഡ് ഇൻ ഹിം. അദ്ദേഹം പൂർണ്ണപുരുഷോത്തം ഭഗവാനുമാണ്, അതേപോലെ ബലരാമനുമാണ്, ചതുർയുഗമാണ്, മഹാവിഷ്ണുവാണ്, ഇതെല്ലാം അവരാണ്. എല്ലാം ഈ ശ്രീകൃഷ്ണ ഭഗവാനിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ വിളിക്കുന്നത് തെറ്റില്ല. പക്ഷെ അത് അദ്ദേഹത്തിന് ഗ്ലോറിഫിക്കേഷൻ ആയിട്ട് ആവില്ല എന്ന് മാത്രം. ഇതെല്ലാം ഭഗവാന്റെ എക്സ്പാൻഷനോ അല്ലെങ്കിൽ അവതാരമോ പോഷണോ എന്ത് വേണമെങ്കിൽ കാണാം, എല്ലാം ഭഗവാനിൽ അടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അവതാരീര ദേഹേ സഭ അവതാരേര സ്ഥിതി കേഹോ കോനാമത്തെ കഹേ യമന യാരമതി. അവതാരീര ദേഹേ സഭ അവതാരേര സ്ഥിതി കേഹോ കോനാമത്തെ കഹേ യമന യാരമതി. ഹരേ കൃഷ്ണ. അവതാരീര സഭ അവതാരേര സ്ഥിതി
केहो को न मदे कहे ये में न यार मदी। हरे कृष्ण। हरे कृष्ण। അവതാരേരസ്തീതി കേഹോ കോനമതി വിവർത്തനം. മറ്റ് അവതാരങ്ങളെല്ലാം അവതാരിയിൽ അന്തർലീനമായി സ്ഥിതി ചെയ്യുന്നു. അപ്രകാരം നോക്കുമ്പോൾ ഒരുവന് തന്റെ അഭിപ്രായമനുസരിച്ച് ഏത് അവതാരമായി വേണമെങ്കിലും അതിനെ സംബോധന ചെയ്യാം. ഹരേ കൃഷ്ണ. Haribol. All other incarnations are situated in potential form in the original body of the primeval Lord. Thus, according to one's opinion, one may address him as any one of the incarnations. എല്ലാ അവതാരങ്ങളും ഭഗവാനിലുണ്ട്. അതിന്റെ വേണ്ടുന്ന സമയത്ത് ആ അവതാരം എക്സ്പാൻഷൻ ആയിട്ട് വരുന്നു, അതിന്റെ ആ ലീലകളെല്ലാം കഴിയും, അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്നു. എല്ലാം ഭഗവാന്റെ ഇൻബിൽട്ട് ആയിട്ടുണ്ട് അവരെല്ലാം, അല്ലേ? അതായത് ഒരു വ്യക്തിക്ക് പല ടാലൻസും ഉണ്ട്, പല സ്കിൽസും ഉണ്ട്. ഒരു വ്യക്തി നല്ലൊരു പ്രീച്ചർ ആവാം, നല്ലൊരു ആർട്ടിസ്റ്റ് ആവാം, നല്ലൊരു കുക്കാവാം, ഓക്കെ, നല്ലൊരു ഫാദർ ആവാം, ഹസ്ബൻഡ് ആവാം. ഇതെല്ലാം ഈ ക്വാളിറ്റി എല്ലാം ഒരു വ്യക്തിയിലുണ്ട്. പക്ഷെ എല്ലാം ആ വ്യക്തി അവിടെ എക്സിബിറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അതേപോലെ തന്നെ ഭഗവാന്റെ അവതാരങ്ങളിലും ഇതെല്ലാം ഉണ്ട്. ആ അവതാരങ്ങളെല്ലാം ഈ ഭഗവാന്റെ ടാലൻസ്, ഭഗവാന്റെ ഈ ഓപ്പുലൻസസ് എല്ലാ സമയത്തും അവിടെ എക്സിബിറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഈ പൊട്ടൻഷ്യൽ ഫോം ഓഫ് ദ ഒറിജിനൽ ബോഡി ഓഫ് ദ പ്രൈമറി ലോർഡ്, പ്രൈമറി ലോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവാൻ. Thus, according to one's opinion, one may address him as any one of the incarnation. അപ്പൊ നമ്മൾ ഒരു അവതാരമായിട്ട് നമ്മൾ അഡ്രസ് ചെയ്യുമ്പോഴും അത് തെറ്റായിട്ട് കാണാൻ പാടില്ല എന്നർത്ഥം. It is not contradictory for a devotee to call the Supreme Lord by any one of the various names of his plenary expansions, because the original personality of Godhead includes all such categories. Since the plenary expansions exist within the original person, one may call him by any of this name. In Sri Chaitanya Bhagavata, Lord Chaitanya says, I was lying asleep in the ocean of milk, but I was awakened by the call of Nada, Shri Advaita Prabhu. Here the Lord refers to his form as Kshirodasai Vishnu. അപ്പോൾ എന്താണ് പറയുന്നത്? ഞാൻ അവിടെ ഏത് സാഗരത്തിലായിരുന്നു? പാലാഴിയിൽ, അല്ലെ? മിൽക്ക് ഓഷ്യനില് അവിടെ ശയിക്കായിരുന്നു. എന്നെ ഉണർത്തിയത് ആരാണ്? നാട. ആരാണ് നാട? അദ്വൈത ആചാര്യ. നാടാന്ന് വിളിക്കുന്നത്. എന്താ എൻ്റെ എക്സാക്ട്ലി ഞാൻ മറന്നു. എൻ്റെ എക്സാക്ട്ലി ഒരു റീസൺ ഉണ്ട് എന്തുകൊണ്ടാണ് നാട വിളിക്കുന്നത്. അപ്പോ എന്നെ വിളിച്ചു ഉണർത്തി ഇവിടെ കൊണ്ടുവന്നു. Here the Lord refers to him as Kshirodasai Vishnu. അപ്പോ ആരെയാണ് വിളിച്ചത്? ക്ഷീരോദസായി വിഷ്ണുവിനെ വിളിച്ചത് ആരെ? അദ്വൈതാചാര്യൻ. കൃഷ്ണ കെ കഹയെ കഹ നാര നാരായണ കേഹോ കഹേ കൃഷ്ണായ സാക്ഷാത് വാമന. കൃഷ്ണ കെ കഹയെ കേഹ നര നാരായണ കേഹോ കഹേ കൃഷ്ണായ സാക്ഷാത് വാമന. ഹരേ കൃഷ്ണ. കൃഷ്ണ കെ കഹയെ കേഹ നര നാരായണ കേഹോ കഹേ കൃഷ്ണ ഹയ സാക്ഷാത് വാമന. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണ കെ കഹയെ കേഹ നര നാരായണ കേഹോ കഹേ കൃഷ്ണ ഹയ സാക്ഷാത് വാമന. വിവർത്തനം. ശ്രീകൃഷ്ണൻ സ്വയം നരനാരായണന്മാരാണെന്ന് ചിലർ പറയുന്നു. മറ്റുള്ളവർ പറയുന്നു അവിടുന്ന് സാക്ഷാൽ വാമനനാണ്. ഹരേ കൃഷ്ണ. Hare Krishna. Very good. Some say that Sri Krishna is directly Narayana. Others say that he is directly Vamana. അപ്പോൾ ഓരോരുത്തരുടെ കാഴ്ചപ്പാടനുസരിച്ചിട്ട് അവരുടേതനുസരിച്ചിട്ട് ഭഗവാൻ കൃഷ്ണൻ നരനാരായണൻ എന്ന് വിളിക്കാം, വാമൻ എന്ന് വിളിക്കാം, എന്നും വിളിക്കാം. അതൊന്നും തെറ്റല്ല. ഇതെല്ലാം ഭഗവാനിലുണ്ട്. ഇവരെല്ലാം ഭഗവാനിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. ബൈ ഡിഫോൾട്ടായിട്ട് എല്ലാവരും ഉണ്ട്, വിഭിന്നമല്ല എന്ന് മാത്രം. അവരെല്ലാം അവരുടേതായിട്ടുള്ള ദൗത്യം ആ ലീലകൾ കളിച്ച് അവർ തിരിച്ചു പോകും. കേഹോ കഹേ കൃഷ്ണ ക്ഷീരോദസായി അവതാര
असंभावा नाहे सत्य वचन सबारा के हो काहे कृष्णा क्षीरोद साई अवतारा असंभावा नाहे सत्य वचन सबारा कृष्ण केहो काहे कृष्ण क्षीरोदशायी अवतार असंभवान है सत्य वचन साभारा। हरि बोल। हरे कृष्णा केहो कहे कृष्णा क्षीरोदशाई अवतार असंभवनाहि सत्य वचന സഭാര. വിവർത്തനം. കൃഷ്ണൻ ക്ഷീരോദശായി വിഷ്ണുവിന്റെ അവതാരമാണെന്ന് ചിലർ പറയുന്നു. ഈ പ്രസ്താവനകളൊന്നും അസംഭവ്യമല്ല. ഓരോന്നും മറ്റുള്ളവ പോലെ ശരിയാണ്. ഹരേ കൃഷ്ണ. Hari Bol. Some say that Krishna is the incarnation of Kshirodasai Vishnu. None of these statements is impossible. Each is as correct as the others. ചില ആൾക്കാർ പറയും കൃഷ്ണൻ ക്ഷീരോദസായി വിഷ്ണുവിന്റെ അവതാരമാണെന്ന്. ഓക്കെ, അതും തെറ്റല്ല. ഈച്ച് ഈസ് ആസ് കറക്റ്റ് ആസ് ദ അതേഴ്സ്. ഓരോന്നും മറ്റത് പറയുന്ന പോലെ മറ്റത് ശരിയാണല്ലോ ആയാലും. കാരണം നമുക്കെല്ലാം അറിയാം, ഭഗവാൻ കൃഷ്ണൻ ഇവിടെ ഭൗതികലോകത്തിൽ വരുമ്പോൾ ക്ഷീരോദസായി വിഷ്ണു മുഖേനയാണ് വരുന്നത്. അവതാരി വരുന്നത് അവതാരത്തിന്റെ ത്രൂ. അപ്പൊ വായ മീഡിയ ആരാണ്? അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറയുന്നതും തെറ്റല്ല എന്നാണ് പറയുന്നത്. ഈച്ച് ഈസ് ആസ് കറക്റ്റ് ആസ് ദ അതേഴ്സ്. ദ ലഘു ഭാഗവതാമൃത സ്റ്റേറ്റ്സ് അതയേവ പുരാണാദോ കേചിൻ നരസ് സഖാത്മതാം മഹേന്ദ്രാനു ജാതം കേചിത് കേചിത് ക്ഷീരാദ്ഭി സായിതം സഹസ്രശീർഷതാം കേചിത് കേചിത് വൈകുണ്ഠനാഥതം ഭ്രൂയ കൃഷ്ണസ്യ മുനയസ് തത്തദ് വൃത്തി അനുഗാമിന. According to the intimate relationships between Sri Krishna, the primal Lord, and his devotees, the Puranas describe him by various names. Sometimes he is called Narayana, sometimes Upendra Vamana, the younger brother of Indra, king of heaven, and sometimes Kshirodasai Vishnu. Sometimes he is called the thousand-hooded Seshanaga, and sometimes the Lord of Vaikunta. അപ്പോൾ എന്താണ് അവിടെ പറയുന്നത്? ഇതിലാണ് ലഘു ഭാഗവതാമൃത. ലഘു ഭാഗവതാമൃതത്തിന്റെ അതിൽ പറയുന്നത് ഭഗവാനെ പുരാണങ്ങളില് പ്രതിപാദിച്ചിട്ടുണ്ട്. നാരായണൻ എന്ന് പറയുന്നു, വാമനൻ അല്ലെങ്കിൽ ഉപേന്ദ്രൻ എന്ന് പറയുന്നു, അല്ലെങ്കിൽ ക്ഷീരോദസായി വിഷ്ണു എന്ന് പറയുന്നു, അല്ലെങ്കിൽ ശേഷനാഗ. ഇതെല്ലാം ഭഗവാനെ സംബോധന ചെയ്യാം. ഓരോ ഭക്തന്മാരുടെ ആ ഒരു കാഴ്ചപ്പാടനുസരിച്ച് ഓരോ ഭക്തന്മാരുടെ ഇഷ്ടാനുസരണം അവർ വ്യത്യസ്തമായിട്ടുള്ള പേരുകൾ കൊണ്ട് സംബോധന ചെയ്യുന്നത് തെറ്റല്ല എന്നാണ് പറയുന്നത്. പക്ഷേ എന്നാലും കൂടിയിട്ട് ആ ഭക്തന് അറിയാം ഭഗവാൻ കൃഷ്ണനാണ് എല്ലാവരുടെയും ഉറവിടം എന്ന് ആ ഭക്തന് നന്നായിട്ട് അറിയാം. കേഹോ കഹി പരവ്യോമേ നാരായണ ഹരി സകല സംഭവേ കൃഷ്ണേ യാത അവതാരി. ഹരേ കൃഷ്ണ. കേഹോ കഹേ പരവ്യോമേ നാരായണ ഹരി സകല സംഭവേ കൃഷ്ണേ യാദേ അവതാരി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കേഹോ കഹേ പരവ്യോമാ നാരായണ ഹരി സകല സംഭവേ കൃഷ്ണേ യാതേ അവതാരി. വിവർത്തനം. ചിലർ അവിടുന്ന് ഹരി എന്നോ പരവ്യോമത്തിലെ നാരായണൻ എന്നോ വിളിക്കുന്നു. എല്ലാം കൃഷ്ണനിൽ സാധ്യമാകുന്നു, കാരണം അവിടുന്നാണ് ആദിപുരുഷൻ. ഹരേ കൃഷ്ണ. Some call him Hari or the Narayana of the transcendent world. Everything is possible in Krishna, for he is the primary Lord. ചില ആൾക്കാര് ഭഗവാനെ ഹരി അല്ലെങ്കിൽ നാരായണൻ എന്ന് വിളിക്കുന്നു. എവിടുത്തെ പരവ്യോമത്തിൽ. പരവ്യോമം എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ സ്കൈ, ട്രാൻസെൻഡന്റ് വേൾഡ്. എവറിത്തിങ് ഈസ് പോസിബിൾ. എല്ലാം കൃഷ്ണനിൽ സാധ്യമാണ്. കാരണം അദ്ദേഹമാണ് ഉദ്ഭവസ്ഥാനം, അദ്ദേഹമാണ് പൂർണ്ണ പുരുഷോത്തം ഭഗവാൻ, ദ സുപ്രീം അബ്സല്യൂട്ട് ട്രൂത്ത്. സഭ ശ്രോത ഗണേര കരി ചരണ വന്ദന ഏ സഭ സിദ്ധാന്ത സുന കരി ഏകമന. സഭ ശ്രോത ഗണേര കരി ചരണ വന്ദന ഏ സഭ സിദ്ധാന്ത സുന കരി ഏകമന. ഹരേ കൃഷ്ണ.
സഭാശ്രോതഗണര കരീചരണ വന്ദന ഏ സഭ സിദ്ധാന്ത ശൂന കരി ഏകമന. ഹരേ കൃഷ്ണ. ഹരേ സഭശ്രുതഗണര കരി ചരണ വന്ദന ഹേ സഭ സിദ്ധാന്ത ശുന കരി ഏകമന. വിവർത്തനം ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ഈ സംവാദം ശ്രവിക്കുകയോ വായിക്കുകയോ ചെയ്യുന്നവരുടെയെല്ലാം പാദങ്ങളിൽ ഞാൻ പ്രണമിക്കുന്നു. ദയവായി ഈ പ്രസ്താവനകളുടെയെല്ലാം അന്തിമ തീരുമാനം ശ്രദ്ധാപൂർവം കേൾക്കൂ. ഹരേ കൃഷ്ണ. Very good. I offer my obeisances unto the feet of all who hear or read this discourse. Kindly hear with attention the conclusion of all these statements. അപ്പോൾ കവിരാജ് ഗോസ്വാമി എല്ലാവർക്കും പ്രണാമം ചെയ്യാണ്. ഈ പറയുന്നത് കേൾക്കുന്നവർക്കും ഇത് വായിക്കുന്നവർക്കും. അതുകൊണ്ട് ഞാൻ പറയുന്ന കൺക്ലൂഷൻ, ഈ സ്റ്റേറ്റ്മെന്റ്സിൻ്റെ എല്ലാം കൺക്ലൂഷൻ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കാൻ വേണ്ടിയിട്ട് അഭ്യർത്ഥിക്കും കൂടി ചെയ്യാൻ കൂടെ. Prostrating himself at the feet of his readers, the author of Sri Chaitanya Charitamrita entreats them in all humility to hear with rapt attention these conclusive arguments regarding the absolute truth. One should not fail to hear such arguments, for only by such knowledge can one perfectly know Krishna. തീർച്ചയായിട്ടും ഈ ആർഗ്യുമെന്റ്സ് നമ്മൾ കേൾക്കണം. ഈ ആർഗ്യുമെന്റ്സിലൂടെയാണ് നമുക്ക് ഭഗവാൻ കൃഷ്ണനെ ശരിക്കും മനസ്സിലാക്കാൻ പറ്റൂ എന്നാണ് ഇവിടെ പർപ്പോട്ടിൽ പ്രഭാത പറയുന്നത്. സിദ്ധാന്ത ബലിയാക്ഷിതേന കരാലാസ ഇഹൈതേ കൃഷ്ണേ ലാഗേ സുധൃതാ മാനസ. സിദ്ധാന്ത ബലിയാക്ഷിതേന കരാലാസ ഇഹൈതേ കൃഷ്ണ ലാഗേ സുധൃഢാ മാനസ. ഹരി ബോൾ. ഹരേ കൃഷ്ണ പ്രഭു. സിദ്ധാന്ത ബലിയ ചിത്തേന കര അലസ ഇഹൈതേ കൃഷ്ണേ ലാഗേ സുധൃഢ മാനസ. ഹരേ കൃഷ്ണ. സിദ്ധാന്ത ബലിയ ചിത്തേന കര അലസ ഇഹൈതേ കൃഷ്ണേ ലാഗേ സുദൃഢ മാനസ. വിവർത്തനം. ആത്മാർത്ഥതയുള്ളൊരു ശിഷ്യൻ സിദ്ധാന്തങ്ങളുടെ ഇത്തരം സംവാദങ്ങൾ വിവാദപരമായിരിക്കുമെന്ന് കരുതി അവയെ അവഗണിക്കരുത്. എന്തുകൊണ്ടെന്നാൽ ഇത്തരം സംവാദങ്ങൾ മനസ്സിനെ സുദൃഢമാക്കുകയും അപ്രകാരം മനസ്സ് കൃഷ്ണനിൽ ഉറയ്ക്കുകയും ചെയ്യുന്നു. ഹരേ കൃഷ്ണ. Very good. A sincere student should not neglect the discussion of such conclusions, considering them controversial. For such discussions strengthen the mind. Thus one's mind becomes attached to Krishna. അപ്പോൾ ശരിക്കും ഈ ഇതിൽ ഇൻക്ലിനേഷനുള്ള, ഇതിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു സിൻസിയർ സ്റ്റുഡൻറ് എന്താണ്, ഇങ്ങനത്തെ ആ വാഗ്വാദങ്ങൾ സംവാദങ്ങളിൽ ഏർപ്പെടണം, ഡിസ്കഷനിൽ ഏർപ്പെടുകയാണ് വേണ്ടത്. അപ്പോഴാണ് കൂടുതൽ ക്ലാരിറ്റി കിട്ടും. നമ്മൾ മനസ്സിൽ വെച്ചിരിക്കുക, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മനസ്സിൽ വെച്ചിരിക്കാൻ പാടില്ല, ചോദിക്കണം. അപ്പോഴാണ് നമുക്ക് അതിനുള്ള വേണ്ടുന്ന അറിവും കിട്ടുള്ളൂ. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, വൺ ഷുഡ് നോട്ട് നെഗ്ലക്ട് ദ ഡിസ്കഷൻ ഓഫ് സച്ച് കൺക്ലൂഷൻസ് കൺസിഡറിങ് ദം കോൺട്രവേഴ്സി. അത് കോൺട്രവേഴ്സി ആവോ, ഞാൻ ചോദിച്ചാൽ അത് തെറ്റാവോ, നമ്മളുടെ സബ്മിസീവായിട്ട് ഇൻക്വിസിറ്റീവായിട്ട് നമ്മൾ ചോദിച്ചാൽ ഒരു തെറ്റുമാവില്ല, അറിയാൻ വേണ്ടിയിട്ടല്ലേ. ചില സമയത്ത് നമുക്ക് ചില ശ്ലോകങ്ങളിൽ ഭഗവത്ഗീതയിൽ പറയുന്നത് ചില സ്റ്റേറ്റ്മെന്റ്, ചില ശ്ലോകം കോൺട്രഡിക്ടറി ആയിട്ട് തോന്നും. അപ്പൊ നമ്മൾ ചോദിക്കണം. അത് മനസ്സിൽ വെച്ചാൽ അതെന്തായാലും നമുക്ക് അതിന്റെ ക്ലാരിറ്റി കിട്ടില്ല, അതിന്റെ ആൻസർ കിട്ടില്ല. അപ്പൊ നമുക്ക് വരുന്ന ചോദ്യം തീർച്ചയായിട്ടും നമുക്കറിയാത്തോണ്ടല്ലേ ചോദിക്കുന്നത്, പക്ഷെ അത് ചോദിക്കുന്ന വിധം മാത്രമാണ് മുന്നിലുള്ളത്. ചില ആൾക്കാർ ആർഗ്യുമെന്റ് ചെയ്യും, ഞാൻ പറയുന്ന ശരിയും അത് തെറ്റാണ്, ഭഗവത്ഗീതയിലും അത് തെറ്റാണ്, അങ്ങനെ ശരിയാവുമില്ല, അങ്ങനെ കൃഷ്ണൻ പറയുക, അത് കോൺട്രവേഴ്സിയൽ. അങ്ങനെ അതായത് ഭഗവത്ഗീത ഭഗവാൻ പറയുന്നതിൽ ഒരിക്കലും ഒരു തെറ്റ് കാണില്ല. നമ്മളുടെ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് ആണ് പ്രശ്നം. നമുക്കത് ഉൾക്കൊള്ളാനോ അത് മനസ്സിലാക്കാനോ കഴിവില്ല. അതുകൊണ്ട് നമുക്കത് കോൺട്രവേഴ്സ്യൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തോന്നുന്നു. അതുകൊണ്ട് അങ്ങനെ തോന്നിയാലും കൂടി അതിനൊരു ക്ലാരിറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ട്, അതിന് ശരിക്കുള്ള അതിൻ്റെ ഒരു ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വളരെ സബ്മിസീവ് ആയിട്ട് സീനിയർ ഡിവോട്ടീസിനോ ആചാര്യന്മാരോ മഹാരാജ് വരുമ്പോഴോ ചോദിക്കണം. അപ്പോഴേ നമുക്ക് ക്ലാരിറ്റി കിട്ടുള്ളൂ. അപ്പോൾ അതാണ് പറഞ്ഞത്, കൺസിഡറിങ് ദം കോൺട്രവേഴ്സ്യൽ ഫോർ സച്ച് ഡിസ്കഷൻ സ്ട്രെങ്തൻ ദ മൈൻഡ്. അത് നമ്മുടെ മനസ്സിനെ കുറച്ചുകൂടി ദൃഢത, ഉറപ്പ് നൽകും. Thus one's mind becomes attached to Krishna.
There are many students who, in spite of reading the Bhagavad Gita, misunderstand Krishna because of imperfect knowledge and conclude him to be an ordinary historical personality. അപ്പോൾ അതിൽ പ്രമാദ പർപ്പോട്ടിലെ ഒരു ഉദാഹരണം തരുന്നത് ഭഗവത്ഗീതയുടെ ഒരുപാട് സ്റ്റുഡൻസ് അല്ലേ, അവർ കൃഷ്ണൻ ആ പേഴ്സണാലിറ്റി തെറ്റിദ്ധരിക്കുന്നു. കൃഷ്ണൻ ഒരു വ്യക്തിയല്ല, ഒരു ശക്തി മാത്രമാണ്. വ്യക്തി താൽക്കാലികമാണ്. അല്ലെങ്കിൽ അതെല്ലാം കാര്യങ്ങളും ചെയ്യുന്നതും നടത്തുന്നതും എല്ലാം ആ വ്യക്തിയുടെ ഉള്ളിലെ ശക്തിയാണ് പ്രൈമറി, വ്യക്തി സെക്കൻഡറി ആണ് എന്നുള്ള തെറ്റിദ്ധാരണ മിക്ക ആൾക്കാർക്കും എസ്പെഷ്യലി ഇന്ത്യയിലുണ്ട് ഇന്നും. ഈ വ്യക്തി എന്നുള്ള ആ ഒരു ഭഗവാന്റെ ആ രൂപം അത് താൽക്കാലികമാണ് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ. ശക്തിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷേ ശക്തി ഉണ്ടാവും. ശക്തി പ്രഭാത വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ശക്തി സെക്കൻഡറിയാണ്. കാരണം ശക്തി മാനുന്നേ വരുള്ളൂ. ശക്തി വ്യക്തിയിൽ നിന്നേ വരുള്ളൂ. വ്യക്തി ഇല്ലെങ്കിൽ ശക്തിയില്ല അല്ലേ. ഒരു നമ്മളുടെ വലിയൊരു ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്യാണ്, ഒരു ശക്തി ഓട്ടോമാറ്റിക്കലി ഉണ്ടാക്കുന്നില്ല. ഒരു വ്യക്തിയുടെ ശക്തി കൊണ്ടാണ് ഒരു വലിയ ബിൽഡിങ് കൺസ്ട്രക്ഷൻ ചെയ്യുന്നത്. അവയിൽ പ്രധാനപ്പെട്ട ആരാണ്? ശക്തിയല്ല, വ്യക്തിയുടെ ആ ഒരു ഓപ്പുലൻസ് ആണ് ശക്തി, സ്ട്രെങ്ത്. അപ്പൊ അതാണ് അവിടെ പ്രഭുപാദ പറയുന്നത്. ഒരുപാട് സ്റ്റുഡൻസ്, വിദ്യാർത്ഥികളെ, ഭഗവത്ഗീത പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഭഗവാൻ കൃഷ്ണനെ തെറ്റിദ്ധരിക്കുന്നു. കാരണം അവർക്ക് ശരിക്കുള്ള അറിവില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ആ ഭഗവാൻ കൃഷ്ണൻ ഒരു ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റി മാത്രമാണ്, ഭഗവാൻ അല്ല എന്നുള്ള തെറ്റിദ്ധാരണ പലർക്കും ഇവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. ദിസ് വൺ മസ്റ്റ് നോട്ട് ഡു. One should be particularly careful to understand the truth about Krishna. If because of laziness one does not come to know Krishna conclusively, one will be misguided about the cult of devotion, like those who declare themselves advanced devotees and imitate the transcendental symptoms sometimes observed in the limited episodes. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ വളരെ കെയർഫുള്ളി ഇത് മനസ്സിലാക്കണം. അതും അണ്ടർ ദ ഗൈഡൻസ് ഓഫ് സീനിയർ ഡിവോട്ടീസ് അതായിരിക്കണം. അപ്പോഴും മാത്രമാണ് ആ കൃഷ്ണന്റെ പൊസിഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റില്ല. So although the use of thoughts and arguments is a most suitable process for including an uninitiated person to become a devotee, neophytes in devotional service must always alertly understand Krishna through the vision of the revealed scriptures, the bona fide devotees and the spiritual master. അപ്പോൾ നിയോഫൈഡ് ഡിവോട്ടീസ്, തുടക്കക്കാരൻ, ഇത് എങ്ങനെ മനസ്സിലാക്കണം? ത്രൂ ദ വിഷൻ ഓഫ് റിവീൽഡ് സ്ക്രിപ്റ്റേഴ്സ്, ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ. പിന്നെ ബോണഫൈഡ് ഡിവോട്ടീസ്, സാധുജനങ്ങൾ. പിന്നെ സ്പിരിച്വൽ മാസ്റ്റർ, ഗുരു. അതാണ് എന്താണ് പറയുന്നത്, നമ്മൾ എപ്പോഴും പറയുന്നത് ഗുരു, സാധു, ശാസ്ത്രം. ഇതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റൂ. ഗുരു, സാധു, ശാസ്ത്ര. ഗുരു എന്താണ് ചെയ്യുന്നത്, പറയുന്നത്, അത് സാധുജനങ്ങളുടെ ആ എന്താണ് അവർക്ക് ജ്ഞാനം പകർന്നു കൊടുത്തിരിക്കുന്ന ഒരു പ്രകാരം മാത്രമേ അവർ പറയൂ. ആ സാധുജനങ്ങള്, സെയിൻറ്റ്ലി പേഴ്സണാലിറ്റീസ്, അവർക്ക് എവിടുന്നാണ്? ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് അത് കിട്ടും. അപ്പം നമ്മുടെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ GSS. ഒരു ഡെസ്റ്റിനേഷനിലെത്താൻ നമുക്ക് GPS വേണം. നമുക്ക് ഡെസ്റ്റിനേഷനിലെത്താൻ GPS-ന്റെ ആവശ്യമില്ല, GSS മതി. ഗുരു, സാധു ആൻഡ് ശാസ്ത്ര. നമ്മുടെ ഡെസ്റ്റിനേഷനിൽ നമ്മളെത്തും. അവരെ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ. എങ്ങനെ GPS-നെ ശരിക്കും ഫോളോ ചെയ്താൽ നമ്മുടെ ആ ഡെസ്റ്റിനേഷനിൽ എത്തുന്നു, അതേപോലെ GSS നമ്മൾ ഫോളോ ചെയ്താൽ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തും, പരവ്യോമത്തിലെത്തും. ഭഗവാനെ സേവിക്കാൻ വേണ്ടിയിട്ട് അവിടെ പരവ്യോമത്തിലെത്തും. The bona fide, unless one hears about Sri Krishna from such authorities, one cannot make advancement in devotion to Sri Krishna. അപ്പോൾ ഗുരു, സാധു, ശാസ്ത്ര ആരാണ് ഫോളോ ചെയ്യുന്നത്, അവർക്ക് മാത്രമാണ് ഭക്തിയില് ആ ഒരു പുരോഗമനം കിട്ടുള്ളൂ, ഇല്ലാത്തവർക്ക് കിട്ടില്ല. The revealed scriptures mention 9 means of attaining devotional service, of which the first and foremost is
ഹിയറിംഗ് ഫ്രം അതോറിറ്റി. എന്താണ് അവിടെ പറയുന്നത്? നവവിധ ഭക്തിയെ പറ്റിയാണ് പറയുന്നത്. ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം. ഇങ്ങനെ 9 processes ഓഫ് ഡിവോഷണൽ സർവീസ് പ്രഹ്ലാദ് മഹാരാജ് പഠിപ്പിച്ചു കൊടുക്കുന്ന, തൻ്റെ ക്ലാസ്സിലുള്ള സഹപാഠികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഈ 9 ലിംസ് ഓഫ് ഡിവോഷണൽ സർവീസ് ആണ് ഇവിടെ പറയുന്നത്. അതിൻ്റെ ഏറ്റവും ഫോർമോസ്റ്റ് എന്താണ്? ഹിയറിംഗ് ഫ്രം അതോറിറ്റി. നമ്മൾ പല സ്ഥലത്തുനിന്നും കേൾക്കുന്നുണ്ട്, അതൊന്നും കാര്യമില്ല. അവിടെ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടും, മിസ്ഗൈഡഡ് ആവും. അപ്പൊ അതുകൊണ്ട് ഹിയറിംഗ് ഫ്രം റൈറ്റ് അതോറിറ്റി, അത് നമ്മളുടെ വളരെ കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഫ്രം whom we should hear? From the right authority. The seed of devotion cannot sprout unless watered by the process of hearing and chanting. അപ്പോൾ ഭക്തിയുടെ ആ ബീജം അത് സ്പ്രൗട്ട് ചെയ്യില്ല നമ്മൾ ഇത് രണ്ടും ചെയ്തില്ലെങ്കിൽ. എന്ത്? ശ്രവണം കീർത്തനം നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ ഭക്തിലതാ ബീജ സ്പ്രൗട്ട് ചെയ്യില്ല. One should submissively receive the transcendental messages from spiritually advanced sources and chant the very same messages for one's own benefit as well as the benefit of one's audience. When Brahma described the situation of pure devotees freed from the culture of empiric post-philosophy and fruitive actions, he recommended the process of hearing from persons who are on the path of devotion. ബ്രഹ്മ എന്താണ് പറഞ്ഞത്? ഡിസ്ക്രൈബ് ചെയ്തു. രൂപഗോസ്വാമി പറഞ്ഞ പോലെ അന്യാഭിലാഷിത ശൂന്യം ജ്ഞാനകർമാദ്യനാവൃതം ആനുകൂല്യേന കൃഷ്ണാനുശീലനം ഭക്തിവൃത്തി. അന്യാഭിലാഷ ഒന്നും പാടില്ല. എങ്ങനെ ജ്ഞാന കർമ്മ ആദി, ജ്ഞാനത്തിനും ജ്ഞാനമാർഗം, കർമ്മമാർഗം ആദി എക്സെട്ര, അതൊന്നും നമ്മൾ ഇതിൽ പാടില്ല. ഭക്തി മാർഗത്തില് അതെല്ലാം ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അതിനെ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അതൊരു കാര്യമില്ല. ഇപ്പോൾ കർമ്മമാർഗത്തിൽ പോകുന്ന ആൾക്കാർ ഭക്തി ഇല്ലെങ്കിൽ കാര്യമില്ല. ജ്ഞാനമാർഗത്തിൽ പോകുന്ന ആൾക്കാർക്ക് ഭക്തി ഇല്ലെങ്കിൽ പിന്നെ കാര്യമില്ല. ഇൻഡിപെൻഡൻ്റ് അല്ല അവർ. ഭക്തി അതിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പതുക്കെ ഒരു ശുദ്ധ ഭക്തനായിട്ട് മാറാൻ പറ്റും. അപ്പൊ ജ്ഞാന കർമാദി അനാവൃതം. അപ്പൊ ജ്ഞാനമാർഗത്തിൽ എന്താണ്? സ്പെക്കുലേറ്റീവ് അല്ലേ? അതിന് ആ ഒരു മാർഗം കംപ്ലീറ്റ് അല്ല. കർമ്മമാർഗം കംപ്ലീറ്റ് അല്ല അല്ലേ? അങ്ങനെ ഒരുപാട് ഇതുണ്ട്, പ്രോസസ്സസ് ഉണ്ട്. അതൊന്നും കംപ്ലീറ്റ് അല്ല ഭക്തി ഇല്ലെങ്കിൽ. ഭക്തിയിൽ ഇതെല്ലാം അടങ്ങിയിരിക്കുന്നുണ്ട്. എങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാനിലെ എല്ലാ അവതാരങ്ങളും അടങ്ങിയിരിക്കുന്നു, അതേപോലെ ഭക്തിയിലെ കർമ്മമുണ്ട്, ജ്ഞാനമുണ്ട്, ധ്യാനമുണ്ട്, എല്ലാം ഉണ്ട്. ഇൻഡിപെൻഡൻ്റ് അല്ല. കർമ്മം, ജ്ഞാനം, ധ്യാനം ഇതൊന്നും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. അവിടെ ഭക്തിയും കൂടി ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് കാര്യമുള്ളൂ, ഇല്ലെങ്കിൽ കാര്യമില്ല. Following in the footsteps of such liberated souls who are able to vibrate real transcendental sound can lead one to the highest stage of devotion and thus one can become a Mahabhagavata. അപ്പൊ അങ്ങനെ പതുക്കെ നമ്മളെ ഭക്തിയിൽ അഡ്വാൻസ് ആയിട്ട് ഒരു മഹാഭാഗവതനായിട്ട് തീരാനുള്ള ഒരു അവസരം നമുക്ക് ലഭിക്കുന്നു. From the teachings of Lord Chaitanya Mahaprabhu to Sanatana Goswami, Madhya Lila 22.65, we learn Shastra Yukte Sunipuna Dhrida Shraddhayandra Uttamadhyari Se Taraye Samsara. A person who is expert in understanding the conclusion of the revealed scriptures and who fully surrenders to the cause of the Lord is actually able to deliver others from the clutches of existence. എന്താണ് പറയുന്നത്? എ പേഴ്സൺ ഹു ഇസ് എക്സ്പേർട്ട് ഇൻ അണ്ടർസ്റ്റാൻഡിങ് കൺക്ലൂഷൻ. അപ്പോൾ ഈ ലിറ്ററേച്ചേഴ്സിന്റെ, സ്ക്രിപ്റ്റേഴ്സിന്റെ കൺക്ലൂഷൻ, സാരം, എസൻസ് മനസ്സിലാക്കിയ ഒരു വ്യക്തിക്ക് മാത്രമാണ് ഭഗവാനെ പൂർണ്ണമായിട്ട് സമർപ്പണ ഭാവത്തോടെ സ്വീകരിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു വ്യക്തി മാത്രമാണ് ഭഗവാനെ കൊടുക്കാൻ പറ്റൂ. ഭഗവാനെ കൊടുക്കാൻ മാത്രമല്ല, ഈ മായാ ലോകത്ത് നിന്ന്, മായയുടെ ഈ ബന്ധനത്തിൽ നിന്ന് മുക്തി കൊടുക്കാൻ പറ്റും. ക്ലച്ചസ് ഓഫ് മെറ്റൽ എക്സിസ്റ്റൻസ് ആണ്.
Srila Rupa Goswami in his Upadeshamrita advises that to make rapid advancement in the cult of devotee service, one should be very active and should persevere in executing the duties specified in the revealed scriptures and confirmed by the spiritual master, accepting the path of liberated souls and the association of pure devotees enriches such activities. Imitation devotees who wish to advertise themselves as elevated Vaishnavas and who therefore imitate the previous acharyas but do not follow them in principle are condemned in the words of Srimad Bhagavatam as stone-hearted. കല്ലാണ് ഹൃദയം എന്ന് പറയുന്നില്ല നമ്മള്. ഹൃദയം കല്ലുകൊണ്ടുണ്ടാക്കിയതാണ്. അതേപോലെ അതായത് ഇമിറ്റേഷൻ ഡിവോട്ടീസ്, ഒരാളെ വെറുതെ ഇമിറ്റേറ്റ് ചെയ്യുക, അത് ഹൃദയത്തിൽ നിന്ന് വരുന്നതല്ല, ജസ്റ്റ് ലിപ് സർവീസ് മാത്രം ഇമിറ്റേറ്റ് ചെയ്യുക അല്ലേ. അങ്ങനത്തെ ഡിവോട്ടീസ്, സ്യൂഡോ ഡിവോട്ടീസ്, അവരെന്താണ്, അവര് അഡ്വർടൈസ് ചെയ്യും അവനവനെ പറ്റിയിട്ട്, ഞാൻ വലിയൊരു ഭക്തനാണ്, ഞാൻ വലിയൊരു വൈഷ്ണവനാണ്. അങ്ങനെ ചില ആചാര്യന്മാരെ അവർ ഇമിറ്റേറ്റ് ചെയ്യും. അതെല്ലാം എന്താണ്, അവർക്ക് ശരിക്കുള്ള ആ ഒരു ജ്ഞാനം കിട്ടാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ നെയിം ആൻഡ് ഫെയിമിന് വേണ്ടി, അല്ലെങ്കിൽ മറ്റുള്ളവരെ ചീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, എന്തെങ്കിലും പേഴ്സണൽ അജണ്ട ഉണ്ടായിരിക്കും. ആർ കണ്ടം ഇൻ ദ വേർഡ്സ്, അവരെല്ലാം ഇവിടെ കണ്ടം ചെയ്തിരിക്കുന്നു ശ്രീമദ് ഭാഗവതത്തില്. എങ്ങനെയാണ്? സ്റ്റോൺ ഹാർട്ടഡ്, കല്ലാണ് അവരുടെ ഹൃദയം. Srila Vishwanath Chakravarti Thakur has commented on their stone-hearted condition as follows. Bahirashru pulagayo sator apiyad dridayam na vikriyeta asmasaram iti kanishtadhikarinam eva ashru pulakadi matvepi asmasara hridayadaya nindaisha. Those who shed tears by practice, but whose hearts have not changed, are to be known as stone-hearted devotees of Lord Spirit. അപ്പോൾ ഇതെല്ലാം അറിഞ്ഞിട്ടും നമ്മളുടെ ഹൃദയത്തിന് ഒരു പരിവർത്തനം, ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചില്ലെങ്കിൽ ഒരു കാര്യമില്ല. വെറുതെ അനാവശ്യമായിട്ട് മുതലക്കണ്ണീർ ഒഴുക്കി, പക്ഷെ ഹൃദയത്തിൽ യാതൊരു ട്രാൻസ്ഫോർമേഷൻ നടന്നിട്ടില്ലെങ്കിൽ എന്താണ്, അതുകൊണ്ട് ഒരു കാര്യമില്ല. അങ്ങനത്തെ ഇമിറ്റേഷൻ, ക്രൈങ് ഇൻഡ്യൂസ്ഡ് ബൈ ആർട്ടിഫിഷ്യൽ പ്രാക്ടീസ് is always condemned. So the desired change of heart referred to above is visible in the reluctance to do anything not congenial the devotional. To create such a change of heart, conclusive discussion about Sri Krishna and his potencies is absolutely necessary. നമ്മള് ഭക്തന്മാരുടെ കൂടെ ഇരുന്ന് ഭഗവാന്റെ കാര്യങ്ങൾ എപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു അൾട്ടിമേറ്റ് നോളേജ് ഭഗവാന്റെ കൃപ കൊണ്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ചർച്ച ചെയ്തുകൊണ്ടേ ഇരിക്കണം. കഴിഞ്ഞു, ഇനഫ്, ഭഗവാനെ പറ്റി ഞാൻ എല്ലാം അറിഞ്ഞു, എനിക്കൊന്നും വായിക്കേണ്ട ആവശ്യമില്ല. എത്ര കൂടുതൽ വായിക്കുന്നു അത്രയും നമുക്ക് കൂടുതൽ ഭഗവാനെ പറ്റി മനസ്സിലാക്കാൻ പറ്റും. ഒരേ ശ്ലോകം തന്നെ 10 പ്രാവശ്യം വായിക്കുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ആംഗിളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വ്യത്യസ്തമായിട്ടുള്ള ഒരു പോയിന്റ്സ്, റിയലൈസേഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് എനിക്കും ഇതിൻ്റെ അർത്ഥം മനസ്സിലായി. ചൈതന്യ മഹാപ്രഭു ഗംഭീരയിൽ ഗദാധര പണ്ഡിതന്റെ അടുത്ത് ഡെയിലി പോയിട്ട് 2-3 മണിക്കൂറും ഭാഗവതം ശ്രമിക്കും. ഗദാധര പണ്ഡിത വളരെ നന്നായിട്ട് ഭാഗവതം വായിക്കും. അത് എത്ര കേട്ടാലും മതി വരില്ല. അപ്പോൾ എപ്പോഴും ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ധ്രുവചരിതം, പ്രളാചരിതം, ഇതൊക്കെയാണ്. സെയിം റിപ്പീറ്റഡ്ലി അതന്നെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഓരോ തവണ കേൾക്കുമ്പോഴും പുതുതായിട്ടുള്ള ഓരോ റിയലൈസേഷനാണ് കിട്ടുന്നത്. എനിക്ക് പ്രളാചരിതം അറിയാം, ധ്രുവചരിതം അറിയാം, ഇനി എന്തിനാണ് കേൾക്കുന്നത്? ഇപ്പോൾ വല്ലവരും ഫോർ എക്സാമ്പിൾ ഒരു ക്ലാസ്സാണ്, ഇന്ന് ധ്രുവചരിതമാണ് ക്ലാസ് എടുക്കുന്നത്, അല്ലെങ്കിൽ പ്രളാചരിതമാണ്. ഇത് ഞാൻ എത്രയൊക്കെ കേട്ടിട്ടുണ്ട്, ഞാനെന്തിനാ പോകുന്നു? പല ആൾക്കാരും പറയും. അതുകൊണ്ട് കാര്യമില്ല. ഓരോ ഡിവോട്ടീസിൻ്റെയും ആ പ്രവചനം കേൾക്കുമ്പോൾ നമുക്കൊരു വാക്ക് കിട്ടിയാൽ മതി, നമ്മളുടെ ലൈഫ് ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട്. ഒറ്റ വാക്ക് മതി, ഒരു പോയിന്റ് കിട്ടിയാൽ മതി. അത് എപ്പോഴാണ് സംഭവിക്കുക നമുക്ക് പറയാൻ പറ്റില്ല. പറയുന്നില്ലേ, സാധു സംഘ സാധു സംഘ സർവശാസ്ത്ര കൊഹി ലവമാത്ര സാധു സംഘ സർവസിദ്ധി ഹോഗി.
അപ്പോ സാധുസംഘം നമുക്ക് ലമ മാത്രം സാധുസംഘം കിട്ടിയാൽ മതി. നമുക്ക് സ്റ്റോറി അറിയായിരിക്കാം, ലീല അറിയായിരിക്കാം, പക്ഷേ ആ ഒരു സാധുസംഘത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ നമുക്ക് എപ്പോഴാണ് ഉണ്ടാവുമെന്ന് നമുക്ക് പറയുന്നില്ല. അതുകൊണ്ട് മാക്സിമം നമ്മൾ സെയിം സ്റ്റോറി അറിഞ്ഞാലും ശരി, സെയിം ലീലകൾ തന്നെ ശരി, വ്യത്യസ്തമായിട്ടുള്ള ആചാര്യന്മാരും ഡിവോട്ടീസ് വരുമ്പോൾ അവരുടെ തിരുമുഖത്ത് നിന്ന് അവരുടെ റിയലൈസേഷൻ നമുക്ക് മനസ്സിലാക്കും. ഈ കേൾക്കുന്ന ആള് സിൻസിയർ ആണെങ്കിൽ നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ ഡെഫിനറ്റ്ലി നടക്കും. False devotees may think that simply shedding tears will lead one to the transcendental plane, even if one has not had a factual change in heart. But such a practice is useless if there is no transcendental realization. അങ്ങനെ നമ്മൾ എക്സ്റ്റേണലി എന്തെങ്കിലും ഇത് കാണിച്ചു കൂട്ടിയിട്ട് കാര്യമില്ല. നമ്മുടെ ഹൃദയം, അതിൻ്റെ പരിവർത്തനം, അതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ നടക്കാത്തോളം കാലം അങ്ങനെ വെറുതെ എക്സ്റ്റേണലി നമ്മളൊരു ഡിവോട്ടി ആയിട്ട് അഭിനയിച്ചിട്ടൊരു കാര്യമില്ല എന്നാണ് പറയുന്നത്. False devotees, lacking the conclusion of transcendental knowledge, think that artificially shedding tears will deliver them. നമുക്ക് ചില ആൾക്കാർ വിചാരിക്കും, മറ്റുള്ളവരെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ നല്ലൊരു ഭക്തനാണ്, എനിക്ക് അങ്ങനെയുള്ള ആ ഒരു ചിന്താഗതി. പിന്നെ കുറെ ആർട്ടിഫിഷ്യലായിട്ട് കറിയ ഭഗവാന്റെ ലീലകളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഉള്ള ആ ഒരു ഡിവോട്ടീസിനെ ഒരിക്കലും അത് ഒരു ഉപകാരം, ഒരു ഗുണം ചെയ്യില്ല എന്നാണ്. Similarly, other false devotees think that studying books of the previous acharyas is unadvisable. Similarly, other false devotees think that studying books of the previous acharyas is unadvisable, like studying dry empiric philosophers. എന്താണ് പറയുന്നത്? ആചാര്യന്മാർ, പരമ്പരയിൽ വരുന്ന ആചാര്യന്മാരുടെ ആ ഗ്രന്ഥങ്ങളെ പഠിക്കുന്നത് തെറ്റാണ്. പക്ഷെ അത് പരമ്പരയിൽ വരുന്ന ആചാര്യന്മാരുടെ നമുക്ക് തീർച്ചയായിട്ടും പഠിക്കാം, അതുകൊണ്ടൊരു കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ആരെ പഠിക്കാൻ പാടില്ല? ഡ്രൈ എംപിറിക് ഫിലോസഫേഴ്സിന്റെ പാടില്ല. എന്താണ് അതിൻ്റെ അർത്ഥം? ഡ്രൈ എംപിറിക് ഫിലോസഫേഴ്സ്, ജ്ഞാനമാർഗത്തിൽ ഉള്ള ആൾക്കാരുടെ, ഭക്തന്മാരുടെ, പരമ്പരയിൽ വരുന്ന ഭക്തന്മാരുടെ നമ്മള് ബുക്സ് എല്ലാം വായിക്കാം, തീർച്ചയായിട്ടും വായിക്കണം. കാരണം അതന്നെയാണ് ഇപ്പോഴത്തെ പ്രസന്റ് ആചാര്യന്മാരും പറയുന്നത്. യാതൊരു വ്യത്യാസവുമില്ല. പ്രീവിയസ് ആചാര്യസ് എന്താണോ പറയുന്നത് അതന്നെയാണ് ഇപ്പോഴത്തെ ആചാര്യന്മാരും പറയുന്നത്. പക്ഷേ അതിനൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ പരമ്പരാഗതമായിട്ട് വരുന്ന ആചാര്യന്മാര് അവര് പറയുന്നതും എംപിറിക് ഫിലോസഫേഴ്സ്, അതായത് ജ്ഞാനമാർഗത്തിലുള്ള ആചാര്യന്മാർ പറയുന്നതും ഒന്നാവില്ല. അപ്പൊ അത് നമ്മൾ നോക്കും. ജ്ഞാനമാർഗം അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിൽ ഭക്തി ഉണ്ടെങ്കിൽ, ഭക്തനായ മാത്രമാണ് നമുക്ക് ഗുണം തരുള്ളൂ. അവരുടെ ഗ്രന്ഥങ്ങൾ വായിക്കുകയാണെങ്കിൽ ഒരു ജ്ഞാനമാർഗം പറഞ്ഞ സ്പെക്കുലേറ്റീവ് പ്രോസസ്സാണ്, സ്പെക്കുലേഷൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കൊരു ഗുണം കിട്ടില്ല. അതാണ് പറയുന്നത് unadvisable, like studying dry empirical philosophy. അതർ ഫോൾസ് ഡിവോട്ടീസ് ആണ്. അങ്ങനെ ശരിക്കുള്ള ഡിവോട്ടീസ് അത് ചിന്തിക്കില്ല, ആ തരത്തില് ചിന്തിക്കില്ല. അതായത് പ്രീവിയസ് ആചാര്യന്മാരുടെ പുസ്തകങ്ങൾ വായിക്കുന്നത് തെറ്റാണെന്ന് ഒരിക്കലും ശുദ്ധഭക്തന്മാര് ചിന്തിക്കില്ല. ബട്ട് ശ്രീല ജീവ ഗോസ്വാമി ഫോളോയിങ് Srila Jiva Goswami, following the previous acharyas, has inculcated the conclusions of the scriptures in the sixth thesis called Shat Sandarbhas. Srila Jiva Goswami Shat Sandarbhathil ഇതെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഷട്ട് സന്ദർഭ, 6 സന്ദർഭം: പ്രീതി സന്ദർഭ, പരമാത്മ സന്ദർഭ, ഭാഗവത് സന്ദർഭ, തത്വ സന്ദർഭ, അങ്ങനെ 6 സന്ദർഭങ്ങളാണ് ജീവ ഗോസ്വാമി നമുക്ക് തന്ന്. അത് വളരെ ഇൻഡെപ്ത് സ്റ്റഡിയാണ്. നമ്മളുടെ ഈ ഗൗഡിയ വൈഷ്ണവ പരമ്പരയിൽ നമുക്ക് ആർക്കും പഠിക്കാൻ പറ്റുന്ന വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ് ഷഡ് സന്ദർഭ. ജീവ ഗോസ്വാമി നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ, അതായത് അദ്ദേഹം വളരെ എക്സോൾട്ടഡ് ഡിവോട്ടിയാണ്. അദ്ദേഹത്തെ പോലെ ഇത്രയും കൂടുതൽ സംസ്കൃത് വേഴ്സസ്
പുസ്തകം രചിച്ചിട്ടുള്ള, ഭക്തി ലിറ്ററേച്ചർ രചിച്ചിട്ടുള്ള ഒരു ഡിവോട്ടി ഇതിന് മുമ്പുണ്ടായിട്ടില്ല, ഇപ്പോഴും ഇല്ല, ഇനി വരാൻ പോകുന്ന ഭാവിയിലും ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. അത്രയ്ക്കും കൂടുതലാണ്. എത്ര? നിയർലി 500,000 വേഴ്സസ് ആണ്. നമ്മളുടെ മഹാഭാരതത്തിൽ തന്നെ എത്ര വേഴ്സാ പറയുന്നത്? വ്യാസദേവൻ എത്ര വേഴ്സാണ് ഉണ്ടാക്കിയത്? 100,000 അല്ലേ പറയുന്നത്. 18,000 ശ്രീമദ് ഭാഗവതം. അപ്പോൾ എല്ലാറ്റിനേക്കാളും കൂടുതൽ ജീവഗോസ്വാമി അറൌണ്ട് 500,000 വേഴ്സസ് ആണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. So the false devotees who have very little knowledge of such conclusions fail to achieve pure devotion for want of zeal in accepting the favorable directions for devotional service given by self-realized devotees. Such false devotees are like impersonalists who also consider devotional service no better than ordinary fruitive actions. എന്നാണ് ഇവിടെ പറയുന്നത് പ്രഭുപാദ. അങ്ങനെ ഫാൾസ് ആയിട്ടുള്ള ഡിവോട്ടീസ്, ഞാനൊരു ഡിവോട്ടിയാണ്, ഞാനൊരു ഭക്തനാണ് എന്ന് ക്ലെയിം ചെയ്യുന്ന ഒരു ഭക്തനും ഞാൻ ഭക്തനാന്ന് പറയില്ല. ഒരു ശുദ്ധ ഭക്തനും ഞാൻ ശുദ്ധ ഭക്തനാന്ന് പറയില്ല. അപ്പൊ തന്നെ നമുക്ക് അതിന് ശുദ്ധ ഭക്തനുണ്ട് അല്ലേ? ഞാൻ വളരെ ബുദ്ധിമാനാണെന്ന് ഏതെങ്കിലും വ്യക്തി പറയും, ബുദ്ധിമാനായിട്ടുള്ള വ്യക്തി പറയില്ല ഒരിക്കലും. ഭഗവാന്റെ ഭക്തന്മാർ പറയുന്നത് ഞാൻ ദാസാനുദാസ. കുലശേഖർ ആൾവാർ എന്ന് പറയുന്നത് 7 പ്രാവശ്യമാണ് പറയുന്നത് ആ ശ്ലോകത്തിലെ. ദാസാനുദാസ 7 പ്രാവശ്യം. വൃത്യസ്യ. അതാണ് ഒരു ഭക്തന്റെ ഒരു പൊസിഷൻ എന്ന് ഭക്തൻ പറയും. ഒരിക്കലും പറയില്ല ഞാൻ, അത് അഹന്തയായിരിക്കും. ഞാൻ ഭഗവാന്റെ ശുദ്ധ ഭക്തനാണ്. ഒരിക്കലും അങ്ങനെ ഒരു ഭക്തനും പറയില്ല. അതുകൊണ്ട് തന്നെയാണ് രൂപഗോസ്വാമിയും സനാതന ഗോസ്വാമിയും ചൈതന്യ മഹാപ്രഭുവിനെ രാംകലിയിൽ കാണുന്ന സമയത്ത് ഇത്രയും വലിയ സ്കോളേഴ്സ് ആയിട്ടുള്ള പണ്ഡിതന്മാരായിട്ടുള്ള ഇവർ രണ്ടുപേരും നാട് മുഴുവനെ അവർ ആദരിക്കുന്നു. നല്ലൊരു അഡ്മിനിസ്ട്രേറ്ററാണ്, ഫിനാൻസ് മിനിസ്റ്ററും പ്രൈം മിനിസ്റ്ററും ഒക്കെ ആയിരുന്നു രണ്ടുപേരും. നല്ല മെറ്റീരിയലി വെൽ ഓഫ് ആണ്, സ്ക്രിപ്ചറലി സ്പിരിച്വലി ആൾസോ ദർ വെൽ വേഴ്സ്ഡ്, നോളജബിൾ. എന്നിട്ടും അവർ രണ്ടുപേരും തങ്ങളെ വളരെ തുച്ഛമായിട്ടുള്ള ഒരു സ്ഥാനത്താണ് കാണുന്നത്. നമുക്കൊന്നും അറിയില്ല, ഞാൻ ആരാണെന്നും കൂടി എനിക്കറിയില്ല എന്നാണ് രൂപഗോസ്വാമി സനാതന ഗോസ്വാമിയും പറഞ്ഞ് അവരുടെ വായയിലെ വൈക്കോൽ വെച്ചിട്ട് ചൈതന്യ മഹാപ്രഭുവിന്റെ അടുത്ത് പോയത്. അവരുടെ ഹ്യൂമിലിറ്റി ഇതൊരു ആർട്ടിഫിഷ്യൽ ഹ്യൂമിലിറ്റി അല്ല അത്. പക്ഷെ ഇന്നത്തെ കാലത്ത് 4 ശ്ലോകം അറിഞ്ഞാൽ എനിക്കെല്ലാം അറിഞ്ഞു എന്നുള്ള ഇതാണ് ആൾക്കാർ അല്ലേ? അപ്പൊ അതല്ല, ഇത്രയും വലിയ വലിയ പണ്ഡിതന്മാര് നമ്മൾ പറയുന്ന മലയാളത്തില് നിറകുടം തുളുമ്പില്ല അതായിരിക്കണം. പക്ഷേ ഇന്നത്തെ കാലത്ത് കുറച്ച് എന്തെങ്കിലും അറിവ് കിട്ടിയാൽ മതി, ഞാൻ എല്ലാം തികഞ്ഞവനായി, എല്ലാം അറിഞ്ഞ ആളായി എന്നുള്ള ആ ഒരു ചിന്ത, അതാണ് ഇവിടെ കണ്ടം ചെയ്തിരിക്കുന്നത്. Such false devotees are like impersonalists. Impersonal പറഞ്ഞാൽ മായാവാദ ഫിലോസഫി ഫോളോ ചെയ്യുന്ന ആള്, who also consider devotional service no better than ordinary fruitive actions. അപ്പോൾ ഭക്തി മാർഗത്തിനെ സാധാരണ കർമ്മകാണ്ഡ ആക്ടിവിറ്റീസുമായിട്ട് കമ്പയർ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് അത് അവരുടെ അറിവില്ലായ്മയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അറിവില്ലായ്മ നമ്മൾ മനസ്സിലാക്കുക, അത്രേ ഉള്ളൂ. ഡിവോഷൻ സർവീസ് അത് ഇൻഡിപെൻഡൻ്റ് ആണ്, അതിന് വേറൊരു സപ്പോർട്ട് ആവശ്യമില്ല. ഭക്തി ഓൾ ഇൻക്ലൂസീവ് ആണ്. ഭക്തി നമ്മളിപ്പോൾ ഭക്തി മാർഗമാണ് സ്വീകരിക്കുന്നത് അല്ലേ? ഭക്തിയിൽ നമ്മൾ ജ്ഞാനം നമുക്കില്ലേ? നമ്മൾ ഭഗവത്ഗീത വായിക്കുന്നു, ഭാഗവതം വായിക്കുന്നു, ചൈതന്യ ചരിതാമൃത വായിക്കുന്നു, ഇതെല്ലാം നമുക്ക് ഭക്തിയിലുണ്ട്, ജ്ഞാനം അവിടെയുണ്ട് അല്ലേ? ധ്യാനമില്ലേ? ധ്യാനം എന്താണ്? നാമം ജപിക്കുന്നു, ധ്യാനം തന്നെ, ജപം. പിന്നെ കർമ്മമില്ലേ? നമ്മളെ ആക്ടിവിറ്റീസ് നമ്മളൊന്നും ചെയ്യാതിരിക്കുന്നല്ലോ, എല്ലാം ചെയ്യുന്നുണ്ട്. സാധാരണ ഏതൊരു വ്യക്തി ചെയ്യുന്നു അതെല്ലാം നമ്മളും ചെയ്യുന്നുണ്ട്. അപ്പൊ ഭക്തിയിൽ ഇതെല്ലാം ഉണ്ട്, മറ്റതിൽ ഇതെല്ലാം ഇല്ല. ഭക്തി ഇല്ലെങ്കിൽ അത് ഇൻകംപ്ലീറ്റ് ആണ്. ജ്ഞാനമാർഗമാണ് ശരി, അതേപോലെ കർമ്മമാർഗമാണ് ശരി, ഭക്തി അതിലില്ലെങ്കിൽ അത് ഇൻകംപ്ലീറ്റ് ആണ്. സോ 118 അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. വാഞ്ച കൽപ്പത രൂപേശ കൃപാ സിന്ധുഭ്യവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ अनंत कोटि वैष्णव की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, जय गो प्रेम।
हरे कृष्णा। हरे कृष्ण प्रभु। प्रणाम प्रभु। जीव